ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പട്ടത്തിമാന്തൽ വറുക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ പട്ടത്തിമാന്തലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ അതിൻ്റെ തലയുടെ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ആ മുകൾ ഭാഗത്തു നിന്ന് പതിയെ ആ തൊലി ഒന്ന് അടർത്തി കൊടുക്കണം. അങ്ങനെ 2 സൈഡിലുമുള്ള തൊലി നമുക്ക് അടർത്തി മാറ്റേണ്ടതാണ്. അങ്ങനെ എല്ലാ മാന്തളിൻ്റെയും 2 സൈഡിലെയും തൊലി കളഞ്ഞ് നല്ലതുപോലെ കഴുകി നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് പുരട്ടാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി തൊലി കളഞ്ഞത്, ഇത്രയും ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്തുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ഒരു ലേശം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടായിരിക്കും കേട്ടോ ഈ ഒരു മസാലയ്ക്ക്. പിന്നെ വേണ്ടത് ഈ മസാലയൊന്ന് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാനായിട്ട് അല്പം വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് മസാലക്കൂട്ട് റെഡിയായി കിട്ടും. ഇനി നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വെച്ചിട്ടുള്ള മീനിലോട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മസാല പിടിക്കുന്ന വിധത്തിൽ വേണം നമ്മൾ യോജിപ്പിച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ മസാലയെല്ലാം നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നിർബന്ധമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ വറക്കണമെങ്കിൽ അപ്പം തന്നെ വറക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ വെച്ചാൽ കൂടുതൽ നല്ലതാണ്. കാരണം ആ ഫിഷിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ മീനൊക്കെ വറുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് കിട്ടുക കേട്ടോ. അങ്ങനെ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ആ കറിവേപ്പിലയുടെ സ്വാദ് കൂടി നമ്മുടെ ഫിഷ് ഫ്രൈക്ക് കിട്ടും. അപ്പോൾ ഒരു നാടൻ ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മുടെ ഫിഷ് ഫ്രൈക്ക്. ഇനി നമുക്ക് ആ കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് പതിയെ വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഒത്തിരി തീ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊരിച്ചിൽ പുറമേ ഭയങ്കരമായിട്ട് മൊരിഞ്ഞ് പോകും. അപ്പോൾ അത്രയും പെട്ടെന്ന് മൊരിഞ്ഞ് കരിഞ്ഞ പോലെ ഒന്നും ആവാതിരിക്കാനായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം പാകമായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പട്ടത്തിമാന്തലിൻ്റെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു വാഴയിലയിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ആ വാഴയിലയിൽ നമ്മൾ ഒരു 5 മിനിറ്റ് ഒന്ന് പൊതിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മണവും ആ ഒരു നാടൻ രുചിയും നമ്മുടെ ഈ ഒരു ഫിഷ് ഫ്രൈക്ക് കൂടി കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല, വാഴയിലയില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ അതൊരു ടേസ്റ്റ് കൂടുതലാണ്. ആ ഒരു മണമൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.